ഹലോ അഗെയിൻ ഒരു വർക്ക് ഫ്ലോ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്ന് 11-ാം തീയതിയാണ്, 11 തീയതിയാണ് ഞാൻ വീണ്ടും ഈ പിങ്കി തുണി എടുത്തിട്ട് തുന്നുന്നത്. എൻ്റെ മോൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അവളുടെ ബർത്ത്ഡേയുടെ അന്ന് ആക്ച്വലി 19-ാം തീയതിയാണ്. പക്ഷേ അന്ന് സ്കൂളിൽ ടൂർ പോണ ദിവസമാണ്, നമസിൽ പോണില്ല. അപ്പോൾ 20-ാം തീയതി എങ്ങനെയായിട്ടായിരിക്കും സ്കൂളിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തുന്നുന്ന കോട്ടൻ്റെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മളൊരു കുഞ്ഞു ഡ്രസ്സ് തുന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. സെയിം മെറ്റീരിയലാണ്. ഞാൻ ടോട്ടൽ 2 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ കുട്ടിക്കും ഇതൊരു 1.5 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ട് 1.5 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ട് തുന്നിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്ട്രാപ്പ് വരുന്ന ഫ്രോക്കാണ് കേട്ടോ. ടൂലിപ്സ് ഫ്ലവറൊക്കെ അതിൻ്റെ ഷോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് ഇടുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങ് തീരുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് 12-ാം തീയതിയാണ് നമുക്ക് സ്കൂളിൽ ശിശുദിനത്തിൻ്റെ പരിപാടിയുള്ള ദിവസമാണ്. പരിപാടി പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ലൊരു വൈറ്റ് ഡ്രസ്സ് ഇട്ടങ്ങ് വിട്ടേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വയറ്റിൽ പുള്ളിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വിടുന്നുണ്ട് കേട്ടോ. തിരിച്ച് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തേൽ ബാക്കിയുള്ളതും ഇന്നത്തെയൊക്കെ ആയിട്ട് ദോശയും പൂരിയും മസാലക്കറിയും ചായയൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഹായ്, കുറച്ച് പ്ലാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് എടുക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 12-ാം തീയതിയാണ് ശിശുദിനത്തിൻ്റെ പരിപാടികൾ നമസ്തയുടെ സ്കൂളിൽ ഇന്നാണ് നടക്കുന്നത്. അതാണ് രാവിലെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് പറഞ്ഞയച്ചത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 12 കുറച്ച് ദിവസം ഇനി ബാക്കിയുള്ളൂ. 19-ാം തീയതിയാണ് നമസ്തയുടെ ബർത്ത്ഡേ. അപ്പം അതിൻ്റെ ഉള്ളിൽ അതിനു വേണ്ടി ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതല്ലാതെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആകെ കൺജസ്റ്റഡ് ആണ് കേട്ടോ. ഇന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ ചാവ സമയമില്ലാത്തൊരു ദിവസം എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അധികം അതൊന്നും നടക്കില്ല. കാരണം ചോറ് അവിടെ ഉള്ളൂ, കൂട്ടാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. സാമ്പാർ ഉണ്ടാക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ആ പണികളുണ്ട്. അലക്കൽ പാരലലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമുക്ക് കാണിച്ച് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ ഫാബ്രിക് നമ്മൾ ആ വീഡിയോ ചെയ്തതിലും അതല്ലാണ്ടൊക്കെ കാണുന്നുണ്ടോ? ഇതിങ്ങനെ കാണുമ്പോൾ അത്ര രസമില്ല. ലൈറ്റ് ഇതാക്കണം. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് ഇതൊരു നൈറ്റ് വൈബ് തുണിയാണ്. പാർട്ടി കറക്റ്റ് നല്ല രസമായിട്ടിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ആണ് അവളുടെ ഡ്രസ്സ്. ഞാൻ 1-2 മോഡല് പിൻട്രസ്റ്റിൽ ഇങ്ങനെ റഫറൻസ് നോക്കിയിട്ടുണ്ട്. പക്ക പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും എൻ്റെ ഒരു പ്ലാൻ ഇങ്ങനെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ല ഫുള്ളായിട്ട് നല്ല ഒരു എന്താ പറയുക പ്രിൻസസ് ഡ്രസ്സും അതിൻ്റെ താഴേക്ക് ഒരു ഹൂപ്പ് സ്കേർട്ടും കുട്ടിയുടെ ആഗ്രഹം മൊത്തത്തിൽ ഇങ്ങനെ തിളങ്ങണമെന്നാണ്. അപ്പോൾ ആ രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് അതിലേക്ക് എന്ത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എന്താ വേണ്ടത് എന്നുള്ള ഐഡിയ ഒക്കെ കിട്ടുള്ളൂ. എനിക്കങ്ങനെയാണ്. അപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എന്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കാന്നുള്ളത് ഇങ്ങനെ പതുക്കെ വരുള്ളൂ. ഒരു കംപ്ലീറ്റ് പ്ലാൻ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പറ്റും. ഏറെക്കുറെ 60-70% നമുക്ക് ഇങ്ങനെ വേണം എന്നുള്ളൊരു സംഗതി ഉണ്ടാവും. പക്ഷെ അത് ചെയ്ത് വരുമ്പോഴാണ് അത് 100%ത്തിലേക്ക് എത്തിയിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇന്നത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാലും ഡ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. പാരലലി ഇനി ജോലികളുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുണ്ട്. കുറച്ച് ഫോട്ടോസ് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അന്ന് കളർ ഹൗസിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകുമല്ലോ. അപ്പോൾ ഒരു A3-ലേക്ക് കുറച്ച് ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് പ്രിൻ്റ് എടുക്കണം. കുറച്ച് ഡ്രോയിങ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് നേരെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഞാനിവിടെ ചുവരിൽ ഇവിടെയും അവിടെയൊക്കെ ആ സ്വിമ്മിങ് റൂമിലൊക്കെ ആയിട്ട് കുറച്ച് ചുമര് അവിടെ വരച്ച് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കവർ ചെയ്യാൻ അതിൻ്റെ മീതെ എന്തെങ്കിലും പെയിൻറ്റിങ്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ സെക്കൻഡറി പ്ലാനാണ് കേട്ടോ. എല്ലാം നടക്കണമെന്നൊന്നുമില്ല. ലൈറ്റ് ഇടില്ല, ലൈറ്റ് ഇടാത്തതായിരുന്നു നല്ലത് തോന്നുന്നില്ലേ? ഓക്കെ, അപ്പോൾ അതുണ്ട്. പിന്നെന്താണ്, അതല്ലാണ്ട് തന്നെ 23-ാം തീയതി ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം. ഇന്നൊന്നും നടക്കില്ല കേട്ടോ. പക്ഷെ ഇന്നൊന്നും ഇല്ലാതെ എഴുതി സോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. പിന്നെ എനിക്ക് 2 മാസം കഴിഞ്ഞാൽ ന്യൂ ഇയർ അല്ലേ? ന്യൂ ഇയർ ആയിട്ട് ഞാനൊന്ന് നന്നാവാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ന്യൂ ഇയർ മുതൽ നന്നാവാമെന്നുള്ള യൂഷ്വൽ പ്ലാൻ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ തൊട്ടേ അങ്ങനെ ട്രാക്കിലേക്ക് വീഴാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാകുമ്പോൾ നമുക്ക് 2 മാസം ആ ഒരു ട്രാക്ക് പിടിച്ച് പോയി കഴിഞ്ഞാൽ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് തന്നെ സെറ്റ് ആവുമല്ലോ. ഭയങ്കര കുലങ്കശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ ചിന്ന കാര്യങ്ങൾ എന്താ. അപ്പം അതിനുള്ളിൽ ഈ കൊല്ലം കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതിൽ ഒരു കാര്യം ഇനി ആരി വർക്കാണ്. അത് തുടങ്ങിയിട്ട് പോലുമില്ല.
അപ്പം അതൊന്ന് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് അത് ഒരു വഴിക്ക് എത്തിക്കണം. പിന്നെ ബ്ലൗസ് ഞാൻ ഓൾറെഡി പഠിച്ചു, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം എന്നുണ്ടായിരുന്നത് ഞാൻ പഠിച്ചു. ക്രോഷി ഒരു 3/4 ഭാഗത്തോളമായി. ക്രോഷി ഇപ്പോൾ സെറ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഉള്ളത് ആരി വർക്കാണ്, അത് ഒന്നും ആയിട്ടില്ല. ഡ്രൈവിംഗ് പഠിക്കാൻ ഇതുവരെ പോകാൻ തുടങ്ങിയിട്ടില്ല. ഇൻട്രസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചു, ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളിലേക്ക് കഴിഞ്ഞിട്ടില്ല, ലേണേഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം അതൊക്കെ അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെന്താ അങ്ങനെ. അപ്പോൾ ഈ വീഡിയോയിൽ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കുറച്ച് ഇപ്പോൾ 2 ദിവസമായി ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട്, സ്ഥലദാരിദ്ര്യം ഫോണിൽ. അപ്പോൾ ഫുട്ടേജ് എവിടെ നിന്ന് നിർത്താൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി കുഞ്ഞു കുഞ്ഞു ക്ലിപ്പൊക്കെ ആയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യണം കേട്ടോ ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ ഞാൻ 1-2 റെഫറൻസ് നോക്കിയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. അതായത് നല്ല പ്രിൻസസ് പോലെ ഇരിക്കണം എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാനിപ്പോൾ ഒരു സ്കെച്ച് ചെയ്യണത്. പിൻട്രസ്റ്റിൽ ഇതുപോലത്തെ കുറേ എന്താ പറയുക മോഡൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട, എൻ്റെ കുട്ടി അത്യാവശ്യം ഒരു മെലിഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ അതിന് ഭംഗി ഉണ്ടാവുന്ന രീതിയിൽ നല്ല മെലിഞ്ഞ കുറേക്കാരുടെ കുറച്ച് ഡ്രസ്സ് ഭംഗിയുള്ളത് നോക്കിയിട്ട് അതിലൊരു പാറ്റേൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോസറ്റ് പോലെ വരുന്ന ഒരു യോക്കും താഴത്തേക്ക് ഇങ്ങനെ ഒരു ഹൂപ്പ് സ്കേർട്ടൊക്കെ ഇട്ട് കൊടുത്താൽ കിട്ടുന്ന രീതിക്ക് ബാക്കിൽ ഇങ്ങനെ നമ്മുടെ ടൈറ്റാനിക്കിൽ റോസിൻ്റെ പോലത്തെ ബാക്കിൽ ആ ഒരു ക്രിസ് ക്രോസ് ആയിട്ടുള്ള വള്ളി, താഴെ ഹൂപ്പ് സ്കേർട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എന്താണ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്, പാറ്റേൺ എഴുതി വെക്കുന്നുണ്ട്. ഓപ്പൺ ഇല്ലയെന്ന് ഞാൻ ഓപ്പൺ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. ഞാനൊരു 100% ക്ലാരിറ്റിയിലൊന്നും അല്ല കേട്ടോ ഒരു ഡ്രസ്സ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ ഒരു 70% ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ബാക്കി നമുക്ക് ചെയ്ത് വരുമ്പോൾ ബാക്കി എന്താണ് വഴിയാവും. എനിക്കിതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയോ അങ്ങനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് ഏകദേശം അറിയാം. ആ ഒരു എന്താ പറയുക, ഒരു കൈക്കണക്ക് എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഡ്രസ്സിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം ഇപ്പം തന്നെ 12 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് അലക്കൽ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ, വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. തൽക്കാലം ഇത്ര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ ഞാൻ ഈ പാറ്റേൺ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണ്. യോക്ക് പോർഷനുള്ളത് ഒരു കോസറ്റ് ടൈപ്പിലാണെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോഡീസ് പാറ്റേൺ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം കോസറ്റ് ആകുമ്പോൾ നമുക്ക് പല പീസായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ എന്താണ് സ്റ്റിച്ചിങ് എലവൻസ് സീം എലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പേപ്പർ പാറ്റേൺ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണേണ്ട ആളുകൾ അത് കണ്ടോളൂ കേട്ടോ. അതിനകത്ത് കുറച്ചും കൂടെ ഒരു ഫുൾ ഓൺ ഡീറ്റെയിൽസ്, ഓൾമോസ്റ്റ് ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. കുറച്ചും കൂടി എന്താ പറയുക, എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് കിട്ടാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പാകത്തിന് അതിലുണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ അതിൻ്റെ ആധികാരിക വശങ്ങളൊന്നും പറയണില്ല. ഞാൻ അത്ര ആധികാരികമായിട്ടും അല്ല ഇത് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കൈക്കണക്ക് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു പാറ്റേൺ മനസ്സിൽ വരുമ്പോൾ തന്നെ ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ വരും. അതുപോലെ ബൈ പ്രാക്ടീസ് നമുക്ക് അങ്ങനെ വരാൻ പറ്റും. അങ്ങനെ ഞാനത് ഡ്രാഫ്റ്റ് ചെയ്ത് പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സ്റ്റിച്ചിങ്ങിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ എനിക്കിത് അമ്പർലയായിട്ട് താഴത്തെ പോർഷൻ എടുക്കാനായിട്ട് കിട്ടിയിട്ടില്ല. കാരണം 2 മീറ്റർ തുണിയെല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അമ്പർല എടുക്കുമ്പോൾ എനിക്ക് ലെങ്ത് കിട്ടുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത് ബോഡീസ് പാറ്റേണിൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്രാഫ്റ്റാണ്. ബാക്ക് പാർട്ട് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ബാക്കിൽ നമ്മൾ ആ ഒരു ക്രിസ് ക്രോസ് എന്നുള്ള രീതിക്കുള്ള ലൂപ്സ് കൊടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ വള്ളി വെച്ച് കെട്ടാനായിട്ട്. അവിടെ ഓപ്പൺ കൊടുക്കണില്ല, അതുകൊണ്ട് സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ക്ലോത്ത്. മാറ്റി വയ്ക്കുക പറഞ്ഞാൽ നമുക്ക് സ്കേർട്ട് പോർഷൻ ആവശ്യമായിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത്. അപ്പോൾ ഇതിന്നാണ് നമ്മൾ യോക്കിൻ്റെ കംപ്ലീറ്റ് പാർട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വരച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് പിടിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ള തുണിയാണ്. എന്നാൽ അത്രയ്ക്ക് അങ്ങ് കയ്യിൽ നിന്ന് പോകുന്ന ഓർഗൻസ് ചെയ്യുന്ന പോലത്തെ തുണിയല്ല. പക്ഷേ കുറച്ച് കോട്ടൺ പോലെ അത്ര വരയ്ക്കാനായിട്ട് സുഖമുള്ള തുണിയല്ല. സ്റ്റിച്ചിങ് അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനത് ഓരോ പാർട്ടും മാർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ തിരിഞ്ഞു പോവാതെ ശരിക്കും നോക്കി വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്യണം. കാരണം ഇതിന് അകം പുറം ഉള്ള തുണിയാണ്. ഏത് ഭാഗത്ത് കട്ട് ചെയ്താലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ
അബദ്ധം പറ്റാതിരിക്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തത് ശരിയല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക വേണം കേട്ടോ. തുടക്കത്തിലൊക്കെ ഇഷ്ടംപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. തുണി കയ്യിൽ നിന്ന് പോയിട്ടൊക്കെ ഉണ്ട്, പിരിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് വേറെ ആർക്കെയല്ല, നമ്മുടെയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ നോക്കി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ വേഗം കാണിച്ചു പോകണം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടല്ലോ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞു പോകാൻ ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ അറ്റാച്ച് ചെയ്യണത് ഈ ഒരു രീതിയിലാണ്. ക്രേപ്പാണ് ഞാൻ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് അല്ല. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കർവി ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ബാക്കിലേക്കുള്ള ആ ലൂപ്പ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ വള്ളി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. വള്ളി ഫിക്സഡ് ആയിട്ട് അതിൽ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നെക്ക് കയറില്ല കേട്ടോ. ആ ഒരു രീതിക്കാണ് ഞാൻ തുന്നിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും തിളങ്ങുന്നൊരു സംഗതി ആയതുകൊണ്ട് ഇതിലേക്ക് എന്തെങ്കിലും വർക്ക് കൊടുക്കുമ്പോൾ ഇതൊക്കെ മീതെ തിളങ്ങുന്ന എന്തെങ്കിലും വേണം, എന്നാലത് കാണുള്ളൂ. ഒരു ടെസ്റ്റ് എന്നുള്ള രീതിക്ക് ഞാൻ അവൾക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള വട്ടം തിരിച്ചിലും കാര്യങ്ങളൊക്കെയാണ് കട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ തൽക്കാലം ഞാനിപ്പോൾ ഒരു പട്ടുപാവാട ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഹൂപ്പ് സ്കേർട്ട് നമ്മൾ തുന്നിയിട്ടില്ല, അത് തുന്നണം. അതും കൂടെ ഹൂപ്പ് സ്കേർട്ടും കൂടെ തുന്നിയാലാണ് ആ ഫ്രോക്കിൻ്റെ നല്ല ഭംഗി കാണുള്ളൂ. അപ്പോൾ ഇപ്പം സമയം 10:18 ആയപ്പോഴത്തേക്കും നമ്മളിന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലൊരു ബോവും കൂടെ അതിനുശേഷം അറ്റാച്ച് ചെയ്ത് ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ഹെയറിലേക്കുള്ള ഒരു കുഞ്ഞി ബോ ചെയ്യണം. പിന്നെ സ്കേർട്ട്, താഴേക്കുള്ള സ്കേർട്ട് ചെയ്യണം. അതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇത് ഇന്നത്തേത് ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് ഞാനും നമസ്വയും അമ്മയും കൂടിയിട്ട് ടൗണിലേക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യമായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. കൊറിയർ അയക്കാനൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കളർ ഹൗസിൽ പോകാനുണ്ടായിരുന്നു, പ്രിൻ്റ് എടുക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം പോസ്റ്റ് കിട്ടിയപ്പോൾ എടുത്തൊരു കുഞ്ഞു ക്ലിപ്പാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചധികം സ്ഥലത്ത് ഫിജിയിലും പോസ്റ്റ് ഓഫീസിലൊക്കെ പോകാനുണ്ടായി. പക്ഷെ അവിടെ നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരു പോയിൻ്റ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കവറുകളുടെ നമ്പർ കൂടി വരുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും കഴിച്ചിലായിട്ട് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയാവും. അപ്പോൾ അങ്ങനെ ഞാൻ വേറെ ഇവിടെ നിന്ന് പ്രിൻ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്തു. 1-2 പ്രിൻറ്റ്സ് എടുത്തു. ഇതല്ലാതെ എൻ്റെ ഫ്രണ്ടിന് അവരുടെ മകളുടെ ബർത്ത്ഡേക്ക് സ്കൂളിൽ കൊടുക്കാനുള്ള ചെറിയൊരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കാർഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അത് അവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്യണത് നമസ്വി ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ആ കൊറിയറിൻ്റെ കുറച്ച് സംഗതികൾ ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അവിടെ പാക്ക് ചെയ്യുന്നത്. അതിനുശേഷം പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് നമ്മളത് കൊറിയർ അയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്കൊരു കണ്ണടയുടെ ഫ്രെയിം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. ഫ്രെയിം ഗ്ലാസ് പൊട്ടിയായിരുന്നു, അപ്പോൾ അത് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം നോക്കാൻ വേണ്ടി വന്നതാണ്. അത് ഈ ഷോപ്പിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് അത് വാങ്ങി. ദെൻ കുറേ പണികൾ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ മറന്നും വെച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടോ. ആ നമസ്വി തപസ്യ എന്നുള്ളത് നമ്മുടെ സ്വിങ് റൂമിൻ്റെ ഡോറിൻ്റെ മീതെയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞാനിതൊരു 6 ചട്ടി 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. കുറച്ച് ചെടികൾ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് ഓർത്തിട്ട്. അങ്ങനെ ഇന്ന് പിന്നെ വലിയ കാര്യമായിട്ട് ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല. എവിടെയും പോവാണ്ടും എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാണ്ടും അല്ല, പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ് ഇന്ന്. ഫുൾ ക്ലീനിങ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ വീടും പരിസരവും മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇന്ന് വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇത് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്നാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയാവാറായപ്പോഴത്തേക്ക് ഒരു കൊറിയർ വന്നായിരുന്നു. ക്രോഷ്യോ ഹുക്ക് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നല്ല ഹുക്സാണ് കേട്ടോ. 200 രൂപയേ ഉള്ളൂ. 9 ഹുക്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സിംഗിളായിട്ട് മേടിക്കുകയാണെങ്കിൽ 40-50 രൂപയൊക്കെ ഒരു ഹുക്കിനാവുന്നുണ്ട്. അങ്ങനെ ഹുക്സ് ഇത് ഞാൻ തന്നെ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാതും എൻ്റെ മോള് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. വീഡിയോ എടുക്കാനും വോയിസ് കൊടുക്കാനും താങ്ക് യു പറയാനും ഹായ് പറയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണിക്കട്ടെ വെച്ചിട്ട് ഞാൻ വേറെ പണികളിലായിരുന്നു അടുക്കളയിൽ. ആ സമയത്ത് അവളെടുത്ത വീഡിയോ ക്ലിപ്സൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് 9 ഹുക്സാണ് പറഞ്ഞത്. 2mm തൊട്ട് 6mm വരെയുള്ള 9 ഹുക്സ്, അതായത് 2, 2.5, 3, 3.5 അങ്ങനെ 9 വരെ കേട്ടോ. 6 വരെ 9 ഹുക്സ് ഇതിനകത്തുണ്ട്. ക്വാളിറ്റി വൈസ് വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇത് അലുമിനിയം ആണെന്ന് തോന്നുന്നു. നല്ല ഹുക്സാണ് എന്തായാലും.
ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് വളരെ നല്ല ഹുക്കാണ്. ഓഫ്ലൈനായിട്ട് ഏത് ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടാണ്ടാവില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. ഞങ്ങൾ നല്ല കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, സാധാരണ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഫോൺ പോലും എടുക്കാനായിട്ട് മറന്നു കൂട്ടും. എന്നിട്ട് ഏറ്റവും അവസാനം അവർ പോയി കഴിഞ്ഞിട്ട് അയ്യോ നമ്മളൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയാണ് യൂഷ്വലി. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. നല്ല സന്തോഷമായി. എന്താ പറയുക, ലാസ്റ്റ് ഇയർ അവസാനിക്കാറായല്ലോ. അപ്പോൾ മെമ്മറി ഓഫ് ദ ഇയർ എന്ന് പറയണ പോലെ കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. വല്ലാണ്ട് മനസ്സ് നിറഞ്ഞ ഒരു ദിവസമാണ്. ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.